എന്തായാലും എമ്പുരാൻ എന്ന സിനിമ യഥാർത്ഥത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. By deliberate and malicious attack on the movie L2 Ampuran. കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ അത് മാത്രമാണ് നടക്കുന്നത്. ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാൻ, അവര് തീരുമാനിച്ചതാണ്. എമ്പുരാൻ എന്ന മലയാള സിനിമ ഇന്ന് രാജ്യസഭയിൽ ചർച്ചയാകുന്നതിൻ്റെയും അതോടൊപ്പം എമ്പുരാൻ എന്ന മലയാള സിനിമയെക്കുറിച്ച് മലയാള സിനിമാ നടനും BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ആദ്യമായി പ്രതികരിക്കുന്നതിൻ്റെയും ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇന്ന് രാജ്യസഭയിലും ലോക്സഭയിലും സഭ നിർത്തിവെച്ച എമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരായ സംഘപരിവാർ ആക്രമണം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇടത് കോൺഗ്രസ് MP-മാർ രംഗത്ത് വരികയുണ്ടായി. രാജ്യസഭയിൽ ഇടതുപക്ഷ MP-മാരാണ് സഭ നിർത്തിവെച്ച റൂൾ 267 പ്രകാരം ഈ വിഷയം എമ്പുരാനെതിരായ സൈബർ ആക്രമണം അടക്കം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നതെങ്കിൽ ലോക്സഭയിൽ ഹൈബീഡൻ MP ആയിരുന്നു ഇത് സംബന്ധിച്ച നോട്ടീസ് നൽകിയത്. രാജ്യസഭയിൽ എമ്പുരാൻ എന്ന പേര് പറയാൻ ബുദ്ധിമുട്ടിയ രാജ്യസഭാ അധ്യക്ഷനെ എമ്പുരാൻ എന്ന് പറയാൻ മലയാളി അംഗങ്ങൾ പഠിപ്പിക്കുന്നതും സഭയിൽ ഒരു വ്യത്യസ്തമായ കാഴ്ചയായി നമുക്ക് രാജ്യസഭയിലെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം. Honorable members, 12 notices have been received under Rule 267. The notices of Shri A.A. Rahim, Dr. John Britas, Shri P.P. Sunil and Shri Santosh Kumar P. have demanded discussion over the alleged threat to freedom of expression by deliberate and malicious attack on the movie L2 Ampuran. Ampura. Yes. What he says will go on record. He knows it. Thank you. കേന്ദ്രമന്ത്രിയായ തൃശൂർ MP സുരേഷ് ഗോപി ആദ്യമായി എമ്പുരാൻ വിവാദത്തിൽ പ്രതികരിച്ചു എന്ന പ്രത്യേകതയും ഇന്നത്തെ ദിവസത്തിനുണ്ടായി. എമ്പുരാന്റെ കുറിച്ച് 2 മാധ്യമങ്ങൾക്കാണ് ഇന്ന് സുരേഷ് ഗോപി പ്രതികരണം നൽകിയത്. ആദ്യത്തേത് ഒരു മലയാള മാധ്യമമായിരുന്നു, മറ്റേത് ഒരു ഇംഗ്ലീഷ് മാധ്യമമായിരുന്നു. നമുക്ക് 2 പ്രതികരണങ്ങളും ഒന്ന് കണ്ടുവരാം. ഈ എമ്പുരാൻ വിഷയം വളരെ സജീവ ചർച്ചയ്ക്ക് ഇന്ന് പാർലമെന്റിലും കൊണ്ടുവരുന്നുണ്ട് ഇടത് കോൺഗ്രസ് MP-മാർ. എന്താണ് കാര്യത്തിൽ താങ്കളുടെ സിനിമാ പ്രവർത്തനം കൂടിയല്ലേ? വെറും ഡ്രാമയാണ് അവിടെ നടക്കുന്നത്, അത്ര എനിക്ക് പറയാനൊക്കെ. വെറും ഡ്രാമ, കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമ അത് മാത്രമാണ് നടക്കുന്നത്. കേരളത്തിൽ ആരും ആവശ്യപ്പെട്ടിട്ടില്ല മുറിക്കാൻ, അവര് തീരുമാനിച്ചതാണ്. അത് വെച്ച് കഷ്ടം. So what is the controversy? Who has raised the controversy? You said that it's anti-Hindu and the fact will be twisted and all. So what? It's all business, ma'am. It's all business. Screwing up the psyche of the people and making money. That's all. Thank you so much. സുരേഷ് ഗോപി പറയുന്നത് ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഈ തിരുത്തലുകൾ വരുത്താനെന്നാണ്. പക്ഷേ ഈ സിനിമ പുറത്തിറങ്ങിയത് മുതൽ പൃഥ്വിരാജിനെയും ഈ സിനിമയിലെ നടനായ മോഹൻലാലിനെയും മാത്രമല്ല പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയയെ അർബൻ നക്സൽ എന്ന് പോലും വിളിച്ചുകൊണ്ട് BJPയുടെ മുതിർന്ന നേതാവായ B. ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. എന്തിനേറെ പറയുന്നു, പൃഥ്വിരാജിനെതിരെ 6ഓളം ലേഖനങ്ങളാണ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഓർഗനൈസർ എന്ന RSSന്റെ മുഖമാസിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയതായി RSSന് ഇതിനെക്കുറിച്ചുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഇതിൽ വലിയ ആശങ്കയുണ്ട് ഈ സിനിമയെക്കുറിച്ചെന്നും ഇതൊരു മുരളി ഗോപി പൃഥ്വിരാജ് പ്രൊപ്പഗാൻഡ ആണെന്നുമാണ് RSS മുഖമാസിക ഏറ്റവും പുതിയതായി പുറത്തുവിട്ട് അവരുടെ ലേഖനത്തിലൂടെ പറയുന്നത്. എന്തായാലും RSS അതിൻ്റെ ആക്രമണം കടുപ്പിക്കുന്ന പോലെ തന്നെ സിനിമ ഒരു വലിയ സാമ്പത്തിക വിജയമായി മാറുന്നുണ്ട്. വെറും 2 ദിവസം കൊണ്ട് 48 മണിക്കൂറിനുള്ളിൽ 100 കോടി ക്ലബിലെത്തിയ ആദ്യ മലയാള സിനിമയായി മാറിയ എമ്പുരാൻ ഇപ്പോൾ 200 കോടി ക്ലബിലും കയറിപ്പറ്റിയിരിക്കുകയാണ്. സിനിമ എഡിറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കാണാനായി മലയാളികൾ തിയേറ്ററിലേക്ക് വൻതോതിൽ പ്രവഹിച്ചതോടെയാണ് 200 കോടി ക്ലബിൽ വളരെ അനായാസമായി സിനിമ എത്തിപ്പെടുന്നത്. സിനിമ വളരെ പച്ചയ്ക്ക് തന്നെ ഗുജറാത്ത് കലാപം എന്ന 2002 യാഥാർത്ഥ്യത്തെ നരേന്ദ്രമോദി എന്ന ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഗുജറാത്തിൽ അരങ്ങേറിയ മുസ്ലിം വംശഹത്യയെ കൃത്യമായി ചിത്രീകരിക്കുന്നുണ്ട്. സിനിമയുടെ ഒരു കഥാന്തു ആരംഭിക്കുന്നത് തന്നെ അവിടെ നിന്ന് തന്നെയാണ്.
ആ സീനുകളടക്കം ഗുജറാത്ത് കലാപത്തെ വളരെ വ്യക്തമായി സ്ക്രീനിൽ പകർത്തിയ ആ പൃഥ്വിരാജിന്റെ ബ്രില്യൻസ് അടക്കം വെട്ടിമുറിച്ചായിരിക്കും 17 കട്ടുകളോടെ ആയിരിക്കും എമ്പുരാൻ ഇന്നു മുതൽ സ്ക്രീനുകളിൽ പ്രദർശനം നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എമ്പുരാൻ എന്ന സിനിമ യഥാർത്ഥത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഗുജറാത്ത് കലാപം എന്ന യാഥാർത്ഥ്യത്തെ BJPയും RSS കേന്ദ്രങ്ങളും എത്രത്തോളം ഭയക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ്. എന്തായാലും എമ്പുരാനെ എത്രത്തോളം സംഘപരിവാർ കടന്നാക്രമിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ എമ്പുരാൻ എന്ന സിനിമ ഒരു സാമ്പത്തിക വിജയമായി മാറുന്നുണ്ട് എന്നതുകൂടി ഒരു യാഥാർത്ഥ്യമാണ്.